ഗുഡ് മോർണിംഗ് ഓൾ. ഇനിയിപ്പം നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള വെക്റ്റർ ഫീൽഡ്, കേൾ ആൻഡ് ഡൈവേർജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വെക്റ്റർ ഫീൽഡ്? വെക്റ്റർ ഫീൽഡ് എന്താണെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്കൂളിൽ നമ്മൾ പല ക്ലാസ്സുകൾ കാണും, പല കുട്ടികൾ കാണും, പല ഡിവിഷൻ കാണും, പല ടീച്ചേഴ്സ് കാണും. അവരെല്ലാവരും പല സ്ഥലത്തു നിന്ന് വരുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം ഒരാളുടെ ഡീറ്റെയിൽ നമുക്ക് അറിയണമെങ്കിൽ നമ്മളിതിപ്പം ഒരു 10,000 പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ഒരാളുടെ കാര്യം ചോദിച്ചാൽ നമുക്കെപ്പോഴും ഓർത്തിരിക്കണമെന്ന് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ അടുക്കൽ ചെന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ഈ വെക്റ്റർ അനാലിസിസിനകത്ത് വെക്റ്റർ ഫീൽഡിൻ്റെ ജോലി എന്ന് പറയുന്നത്. എന്താണ് ചെയ്യുന്നത്? വെക്റ്റർ ഫീൽഡ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് വെക്റ്റർ ക്വാണ്ടിറ്റിയെ ഒരു സ്പേസിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു ക്ലോസ്ഡ് സ്പേസ് എടുക്കുകയാണ്. ഒരു ക്ലോസ്ഡ് സ്പേസിൽ എനിക്ക് ആ ക്ലോസ്ഡ് സ്പേസിൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എനിക്ക് വേണം. ആ വെക്റ്റർ ക്വാണ്ടിറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷനാണ് എന്ത്, വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഓരോ പോയിന്റിലും എനിക്കൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ വേണം. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഐ നീഡ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എന്താണ്? എനിക്ക് മാഗ്നിറ്റ്യൂഡ്, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന എന്ത് ക്വാണ്ടിറ്റിയാണോ ആ ക്വാണ്ടിറ്റിയുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും എനിക്കുണ്ടായിരിക്കണം, ഡയറക്ഷനും എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തേ യൂസ് ചെയ്യത്തുള്ളൂ? ഐ നീഡ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കണം. ആ വെക്റ്റർ ക്വാണ്ടിറ്റീനെ പ്രൊവൈഡ് ചെയ്യുന്ന ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ, വെക്റ്റർ ക്വാണ്ടിറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻ ആയിരിക്കും എന്ത്, വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ല. ഇപ്പം ഞാനൊരു ഡൈപോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തുണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, അതിനൊരു ഡയറക്ഷനും ഉണ്ടായിരിക്കും. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആ വെക്റ്റർ ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്തിരിക്കുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ വെക്റ്റർ ക്വാണ്ടിറ്റി ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരിക്കും, XY Z എന്ന് പറയുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ആക്സിസ് ഉപയോഗിച്ചായിരിക്കും ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരിക്കും, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരിക്കും. അങ്ങനെയുള്ള ഫീൽഡ് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്ന ഫീൽഡാണ് വെക്റ്റർ ഫീൽഡ്. മനസ്സിലായോ? എന്താണ്, നമുക്ക് ഒരു സ്പേസിനുള്ളിൽ ഓരോ പോയിൻറ്റ്സിലും എനിക്കൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ വേണം. വെക്റ്റർ ക്വാണ്ടിറ്റി വേണം വിച്ച് ഐ നീഡ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എനിക്ക് ആ വെക്റ്റർ ക്വാണ്ടിറ്റി എന്തിനാണ്? എനിക്കൊരു ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പ്രൊവൈഡ് ചെയ്യാനായിട്ട് എനിക്കൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ വേണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി, വേണമെങ്കിൽ അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആകാം, അല്ലെങ്കിൽ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആകാം, ഇല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആകാം. ദാറ്റ് ഈസ് എ ഫങ്ഷൻ. അത് എനി ഫങ്ഷൻ വിച്ച് പ്രൊവൈഡ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ടു എ സ്പേസ്, എവറി പോയിന്റ് ഇൻ എ സ്പേസ്. അതാണ് വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. വെക്റ്റർ ഫീൽഡ് ഈസ് എ ഫങ്ഷൻ ദാറ്റ് പ്രൊവൈഡ്സ് വെക്റ്റർ ടു എവറി പോയിന്റ് ഇൻ എ സ്പേസ്. ഒരു ക്ലോസ്ഡ് സ്പേസോ ഓപ്പൺ സ്പേസോ എന്ത് സ്പേസിലും ആ സ്പേസിനുള്ളിലെ ഓരോ പോയിൻറ്റ്സിലും എനിക്ക് എന്ത് വേണം, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി വേണം. ആ വെക്റ്റർ ക്വാണ്ടിറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻ ആയിരിക്കും വെക്റ്റർ ഫീൽഡ്. എ ഫങ്ഷൻ ദാറ്റ് പ്രൊവൈഡ്സ് വെക്റ്റർ ടു എവറി പോയിന്റ് ഇൻ എ സ്പേസ്, ദാറ്റ് ഈസ് വെക്റ്റർ ഫീൽഡ്. ഇനി എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വെക്റ്റർ ഫീൽഡ്. ഇനി നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. എന്താണ് വെക്റ്റർ ഫീൽഡ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. കൺസിഡറിങ് ദ 3-dimensional സ്പേസ്. അപ്പം ഞാനിവിടെ ഒരു 3-dimensional സ്പേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഐ ഹാവ് ദ ഫങ്ഷൻ f of XYZ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെക്റ്റർ ഫീൽഡിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് f of XYZ is equal to I into F1 of XYZ plus J into F2 of XYZ plus K into F3 of XYZ. That is called a vector field F. ഒന്നുകൂടെ പറയാം. A vector field F is defined as, ഒരു വെക്റ്റർ ഫീൽഡ് F എന്ന് പറയുന്ന വെക്റ്റർ ഫീൽഡിനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു I into F1 of
എക്സ് വൈ ഇസഡ്, ജെ ഇൻറ്റു F2 ഓഫ് എക്സ് വൈ ഇസഡ്, കെ ഇൻറ്റു F3 ഓഫ് എക്സ് വൈ ഇസഡ്. ഈ F1, F2, F3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് 3 ആർ എ സ്കെയിലാർ ഫീൽഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്കെയിലാർ ഫീൽഡ് ആയിരിക്കും F1, F2, F3 എന്ന് പറയുന്നത്. അതാണ് ഒരു വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. വെക്റ്റർ ഫീൽഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും: F1 ഓഫ് എക്സ് വൈ ഇസഡ്, F2 ഓഫ് എക്സ് വൈ ഇസഡ്, F3 ഓഫ് എക്സ് വൈ ഇസഡ് എന്നാണ് നമ്മൾ ഒരു സ്കെയിലാർ ഫീൽഡിനെ ഒരു വെക്റ്റർ ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്. എന്താണ് ഡൈവർജൻസ് ഓഫ് വെക്റ്റർ ഫീൽഡ്? വെക്റ്റർ ഫീൽഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിന് ഡൈവർജൻസ്. ഈ ഡൈവർജൻസ് എന്ന് പറയുന്ന സാധനവും എന്താണ്? ഒരു ഓപ്പറേറ്ററാണ്. ഈ ഓപ്പറേറ്റർ നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഞാൻ പറഞ്ഞായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫീൽഡാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇപ്പോൾ ഞാൻ പോയിന്റ് സോഴ്സ് എടുക്കുകയാണ്. അതിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വെച്ചു. ഇതിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവേർജൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തിനാണ് ഈ ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സോഴ്സ് ആൻഡ് സിങ്ക് എന്ന് പറയുന്ന രണ്ട് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിരിക്കും നമ്മളവിടെ ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്നത്. ഇനി എന്താണ് സോഴ്സ്, എന്താണ് സിങ്ക്? ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്തെ പോസിറ്റീവ് പോയിൻ്റാണ് സോഴ്സ്. ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്തെ നെഗറ്റീവ് പോയിൻ്റാണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഴ്സും സിങ്കും കണ്ടുപിടിക്കാനായിട്ടാണ്, അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? എന്താണ് ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ സോഴ്സ് ഓർ സിങ്കിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സിങ്കിൻ്റെ പ്രസൻസ് അറിയാനായിട്ടാണ് നമ്മളവിടെ ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്നത്. അതാണ് ഡൈവേർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ സോഴ്സ് ഓഫ് സിങ്ക്, സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് പോസിറ്റീവ് പോയിന്റ്, സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് പോയിന്റ്. ഈ രണ്ട് സാധനം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡൈവേർജൻസ് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ലാസ്റ്റ് എന്താണ് സോഴ്സ് സിങ്ക് എന്ന് പറയാം. ഓക്കെ, ഇനി ഡൈവേർജൻസ് പറയുകയാണ്. ഡൈവേർജൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽ ഡോട്ട് എഫ്. ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഒരു ഫംഗ്ഷൻ വെച്ച് നമ്മൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു. അതാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. നമുക്കത് ഡൈവേർജൻസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ നേരത്തെ എന്താണ് വെക്റ്റർ ഫീൽഡ് കൺസിഡർ ചെയ്തായിരുന്നു. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു I into f of x y z plus j into f2 of x y z plus k into f3 of x y z എന്ന് പറയുന്ന ഇതിനെ കൺസിഡർ ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഡോ f1 ബൈ എക്സ്, അതായത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡോ f2 ബൈ വൈ, ഈ ഫംഗ്ഷനെ നമ്മൾ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡോ f3 ബൈ ഇസഡ്, ഈ ഫംഗ്ഷനെ ഇസഡ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതായിരിക്കും നമ്മുടെ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. therefore del dot f is equal to ഡോ f1 by ഡോ x plus ഡോ f2 by ഡോ y plus ഡോ f3 by ഡോ z. that is the divergence of a vector field. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ സോഴ്സും സിങ്കും പ്രസൻസ് അറിയാനായിട്ടാണ് നമ്മൾ ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഫീൽഡിൻ്റെ, ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് സീറോയെക്കാട്ടിനും കൂടുതലായിരിക്കുന്ന കേസിൽ, അതായത് ഇഫ് എ ഡൈവേർജൻസ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്ന വാല്യൂവിനെക്കാട്ടിനും കൂടുതലാണെങ്കിൽ നമുക്കവിടെ പറയാം എന്താണ്, അത് സോഴ്സിൻ്റെ ഡൈവേർജൻസ് ആണ്. ഇറ്റ് ഈസ് ഫോർ സോഴ്സ് എന്ന് പറയാം. ഇനി ഡെൽ ഡോട്ട് എഫ് ഈസ് ലെസ് ദാൻ സീറോ, അത് ലെസ് ദാൻ സീറോ ആണെങ്കിൽ അത് സിങ്ക് ആണെന്ന് പറയാം. സോഴ്സ് വിച്ച് ഈസ് പോസിറ്റീവ്, സിങ്ക് ഈസ് നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ എന്തിൻ്റെയൊക്കെ സോഴ്സും സിങ്കും, അതായത് പോസിറ്റീവ് നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത് ഈ ഡൈവേർജൻസ് വെച്ചിട്ടാണ്. ഇനി അതിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ, ഇഫ് ഡെൽ ഡോട്ട് എഫ് ഈസ് ഈക്വൽ ടു സീറോ, അതായത് നമ്മളൊരു വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സീറോ എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നെങ്കിൽ അതെന്തായിരിക്കും, ഒരു സോളിനോയിഡ് ആയിരിക്കും. എന്താണ് സോളിനോയിഡ്? ഇപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും എന്താണ് ഈ സോളിനോയിഡ് എന്ന്. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറാണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഈ നമ്മുടെ സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു കണ്ടക്ടറാണ് സോളിനോയിഡ്. അപ്പം ആ ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ, ഒരു വെക്റ്ററിൻ്റെ
ഡൈവേർജൻസ് 0 ആണെങ്കിൽ നമുക്ക് പറയാം ആ വെക്ടർ എന്ന് പറയുന്നത് ഒരു സോളിനോയിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയുമാണ് ഡൈവേർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ്. എന്താണ് വെക്ടർ ഫീൽഡിൻ്റെ കേള്? കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മുടെ ഡെൽ ഓപ്പറേറ്ററും ഈ ഫംഗ്ഷനും വെക്ടർ ഫീൽഡിൻ്റെ ഫംഗ്ഷനും തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നു. നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് എന്നാണ്, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നു. ഇനി നമ്മളപ്പോൾ ചിന്തിക്കും എന്തിനാണ് ഈ കേള് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അല്ലേ? എന്തിനാണ് നമ്മളൊരു വെക്ടർ ഫീൽഡിൻ്റെ കേള് കണ്ടുപിടിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരു വെക്ടർ ഫീൽഡിൻ്റെ റൊട്ടേഷൻ, ഒരു വെക്ടർ ഫീൽഡിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണ്, അത് ഇറൊട്ടേഷനിലാണോ റൊട്ടേഷനിലാണോ, അതിൻ്റെ റൊട്ടേഷൻ എങ്ങോട്ടാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷൻ്റെ കേള് കണ്ടുപിടിക്കുന്നത്. ഇപ്പം കൺസിഡർ ചെയ്യുന്ന എന്താണ് നമ്മൾ കേൾ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. എന്താണ് നമ്മുടെ വെക്ടർ ഫീൽഡ്? എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് വൈ ഇസഡ് പ്ലസ് എഫ് ടു ഓഫ് എക്സ് വൈ ഇസഡ് പ്ലസ് ജെ ഇൻറ്റു കെ ഇൻറ്റു എഫ് ത്രീ ഓഫ് എക്സ് വൈ ഇസഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ കേള് എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എഫ് ആയിരിക്കും. ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു കേൾ ഓഫ് വിച്ച് ഈസ് കോൾഡ് ഡിറ്റർമിനൻറ്റ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് എഫ് വൺ എഫ് ടു എഫ് ത്രീ. ഈ ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ കേൾ ഓഫ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കേൾ ഓഫ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് എഫ് വൺ എഫ് ടു എഫ് ത്രീ. ഈ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ത്രീ ബൈ ഡോ വൈ മൈനസ് ഡോ എഫ് ടു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡോ എഫ് വൺ ബൈ ഡോ ഇസഡ് മൈനസ് ഡോ എഫ് ത്രീ ബൈ ഡോ എക്സ് ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഡോ എഫ് ടു ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് വൺ ബൈ ഡോ വൈ ഇൻറ്റു കെ ക്യാപ്. ഇതാണ് കേൾ ഓഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കേൾ ഓഫ് എ ഫംഗ്ഷൻ, ഒരു വെക്ടർ ഫീൽഡിൻ്റെ കേൾ എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കേൾ ഓഫ് കിട്ടുന്നത്. ഇനി കേൾ ഓഫിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്താണ് വെക്ടർ ഫീൽഡിൻ്റെ റൊട്ടേഷനെ കുറിച്ച് അറിയാനായിട്ടാണ് നമ്മൾ കേൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ചിന്തിക്കാം അതെങ്ങനെയാണ് വെക്ടർ ഫീൽഡിൻ്റെ റൊട്ടേഷൻ നമ്മൾ കേൾ കണ്ടുപിടിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ കണ്ടീഷനാണ് ഇത്. ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു 0. ഇപ്പം ഞാനൊരു വെക്ടർ ഫീൽഡിൻ്റെ കേൾ കണ്ടുപിടിച്ചു, എനിക്ക് അതിൻ്റെ വാല്യൂ 0 ആണ് കിട്ടിയത്. ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്ന വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് പറയാം ആ വെക്ടർ ഫീൽഡ് എന്താണ്? ഇറൊട്ടേഷണൽ വെക്ടർ ഫീൽഡാണ് എന്ന് പറയാം. എന്താണ്? ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷനിൽ വെക്ടർ ഫീൽഡ് ഈസ് ഇറൊട്ടേഷണൽ. അല്ലാത്ത കണ്ടീഷൻ ഇറ്റ് ഈസ് റൊട്ടേഷണൽ ആയിരിക്കും. അല്ല ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു 0 അല്ലാത്ത പക്ഷം നോൺ സീറോ വാല്യൂസിനെല്ലാം എന്താണ്? വെക്ടർ ഫീൽഡ് റൊട്ടേഷണൽ ആയിരിക്കും. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് കേളാണ് നമ്മളൊരു വെക്ടർ ഫീൽഡിൻ്റെ റൊട്ടേഷനെ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ വെക്ടർ ഫീൽഡ് ഇറൊട്ടേഷണൽ ആയിരിക്കും, അല്ലാത്ത പക്ഷം ഇത് റൊട്ടേഷണൽ ആയിരിക്കും. അതാണ് ഒരു കേൾ ഓഫ് എ വെക്ടർ ഫീൽഡിൻ്റെ ആപ്ലിക്കേഷൻ. കേൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഇത്രയേ ഉള്ളൂ.